മനുഷ്യന് ലഭിക്കുകയില്ല, വാർദ്ധക്യമായാലും ഉണ്ടാവുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിവാഹം ചെയ്യുന്നതിന്റെ മുമ്പുള്ള ഘട്ടം, അതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതെന്റെ സഹോദരങ്ങൾ. വളരെ ഫ്രീ ആണ്, ഒരു ഉത്തരവാദിത്തമില്ല, ആരോടും മാതാപിതാക്കളോടല്ലാതെ മറ്റാരോടും വലിയ കടപ്പാടുകളും ബാധ്യതയും ഒന്നുമില്ല. വളരെ ഫ്രീ ആയ കാലഘട്ടമാണ്. വിവാഹം കഴിക്കുന്നതോടുകൂടെ ഭാര്യയുടെ ചുമതല വന്നു. അവരോടൊപ്പം മാതാപിതാക്കളുണ്ടെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടി വന്നു. വർഷങ്ങൾ കഴിയുമ്പോൾ മക്കളുണ്ടാകും. മക്കൾ അങ്ങനെ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ഭാരങ്ങൾ തലക്കുമീതെ വന്ന് ഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പിന്നെ ഇബാദത്തുകളിൽ മനുഷ്യ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, ഇബാദത്തുകളിൽ പൂർണ്ണമായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നല്ല, ജീവിതത്തിന്റെ പരക്കമ്പാറ്റിൽ ഒരുപക്ഷെ നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്ന് തന്നെയില്ല. ഞാൻ ഈ പറഞ്ഞ പ്രായത്തിലുള്ള യുവ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ വിഷയം ഇന്നത്തെ ചർച്ച നിധിയാണ്. ഇന്ന് നിങ്ങൾക്ക് ഈ വിഷയത്തിന്റെ ചർച്ച നിധിയാണ്. നന്നാവാൻ ആഗ്രഹിക്കുന്നവർക്ക്, സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ വിഷയം വളരെ കാതലാണ്. നിങ്ങളുടെ ഹൃദയങ്ങളെ പുളകം കൊള്ളിക്കേണ്ടതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു നൽകിയ ആരോഗ്യം റബ്ബിനായി വിനിയോഗിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഒരാളുടെ രണ്ട് പാദങ്ങളും ഖിയാമത്ത് നാളിൽ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല, ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല. ഹത്താ യുസ്അല അൻ ഉംരിഹി, അയാളുടെ ആയുസ്സിനെ കുറിച്ച് അയാളോട് അല്ലാഹു ചോദിക്കുന്നത് വരെ എത്ര കാലമാണോ ജീവിക്കാൻ അവസരം നൽകിയത്, ആ ജീവിതത്തിൽ എന്തൊക്കെയാണ് ചെയ്തു തീർത്തതെന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കാതെ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അവൻ ജീവിതത്തിൽ നേടിയ വിദ്യ കൊണ്ടെന്താണ് അവൻ ചെയ്തതെന്നും അള്ളാഹുവിന്റെ മുമ്പിൽ പറയാതെ കണക്ക് ബോധിപ്പിക്കാതെ ഒരാൾക്കും ഒരടി പോലും മുന്നോട്ട് വെക്കാനും കഴിയില്ല. റസൂലുള്ളാഹി വീണ്ടും പഠിപ്പിക്കുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമ അൻഫഖ, അവന്റെ സമ്പത്തിനെ കുറിച്ചും അള്ളാഹുവിനോട് ചോദിക്കും. എവിടെ നിന്നാണ് അവൻ സമ്പത്തുണ്ടാക്കിയത്, ഏത് വഴിയിലാണ് അവൻ ചെലവഴിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോളോ, രക്ഷിതാക്കളുണ്ടല്ലോ ഇവിടെ, മക്കൾക്ക് നമ്മൾ സമ്പത്ത് നൽകിയാലും ആ സമ്പത്തിനെ കുറിച്ച് രക്ഷിതാക്കൾ മറുപടി പറയുന്നവരാണ്. മിൻ അയ്ന ഇക്തസബ, എങ്ങനെയാണ് സമ്പത്തുണ്ടാക്കിയത്, വഫീമ അൻഫഖ, എന്തിനാണത് ചെലവഴിച്ചത് എന്നും റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാലാമത്തെ കാര്യം നമ്മെ പഠിപ്പിക്കുകയാണ്, വൻ ജിസ്മിഹി ഫീമാ അബ്ലാ, അവന്റെ ശരീരത്തെ കുറിച്ചും അള്ളാഹുവിനോട് ചോദിക്കും. എന്തിനാണ് അള്ളാഹു നൽകിയ ശരീരം അവൻ കൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞതെന്ന് രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയാതെ ഒരടി പോലും മുന്നോട്ട് വെക്കാനും കഴിയില്ലെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തന്ന ആരോഗ്യത്തെ കുറിച്ച്, റബ്ബ് തന്ന ശരീരത്തെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കൂ. എത്ര ആളുകളുണ്ട് നമ്മുടെ പ്രായത്തിലുള്ളവർ, ഒരടി പോലും നടക്കാൻ കഴിയാതെ നിത്യമായി മറ്റയെ ആശ്രയിച്ച് കിടക്കുന്ന ആളുകൾ എത്ര, അസ്രാഈലിന്റെ വരവും കാത്ത് കഴിയുന്നവർ. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്ക്, എത്ര ആളുകളുണ്ട് കണ്ണിന് കാഴ്ചയില്ലാതെ ഈ വിശാലമായ പ്രപഞ്ചം പോയിട്ട് ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ കാലഘട്ടമാണ് യൗവനം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, അത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് അത് ഉപയോഗപ്പെടുത്തണമേ എന്നാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം മുറുകെ പിടിച്ചുകൊണ്ട് യൗവനം ശക്തമായ അല്ലാഹുവിന്റെ വഴിയിൽ ചെലവ് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കണ്ണിന്റെ കാഴ്ചയില്ലാത്ത, ജീവിതത്തിൽ ഒന്നും കണ്ടിട്ടില്ലാത്ത എത്ര ആളുകളുണ്ട്, ചിന്തിച്ചു നോക്കണം എന്റെ സഹോദരങ്ങൾ. എന്നല്ല, ഒരു ഘട്ടം കഴിഞ്ഞാൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകും. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് ചെയ്യാനും കഴിയുന്ന അമലുകൾ പിന്നെ ചെയ്യാനും കഴിയില്ല.
അതുകൊണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുമ്പ് കണ്ണുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. കൈകാലുകളുടെ ആരോഗ്യം നശിച്ചു പോകുന്നതിന് മുമ്പ് കൈകാലുകൾ കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്, മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഉപദേശം, ചെറുപ്പക്കാരനായ യുവാവായ അബ്ദുള്ളയോട് റസൂലുള്ളാഹി പറഞ്ഞത്, അബ്ദുല്ലാഹി ബിൻ ഉമറേ, ഖുദ് മിൻ ഹയാതിക ലിമൗതിക്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മരണത്തിനായുള്ളത് നിങ്ങൾ സംഭരിക്കുക, മരണത്തിനായി ജീവിതത്തിൽ നിങ്ങൾ തയ്യാറെടുക്കുക. വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക്, നിങ്ങളുടെ ശരീരത്തിന് രോഗം ബാധിച്ച് അമൽ ചെയ്യാൻ കഴിയാത്തൊരു കാലം വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ആസന്നമായ ആരോഗ്യത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചെയ്ത ഉപദേശത്തിൽ കാണാൻ കഴിയുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗാതുരായി കിടക്കുന്നതിന് മുമ്പായി ജീവിതത്തിൽ നിന്ന് നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്ന, ആഖിറത്തിനായി സമ്പാദിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഘട്ടമാണ് യൗവനം. ആ യൗവനത്തിന്റെ തീക്ഷ്ണതയിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അല്ലാഹുവിന്റെ മുഴുവൻ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അല്ലാഹു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി ജീവിതം ചിട്ടപ്പെടുത്താൻ ഈ വേദി അല്ലാഹു സഹായകമാക്കി മാറ്റിത്തരുമാറാകട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. റസൂലുള്ളാഹി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ സലാത്തു ലഹളാത്ത്, മൂന്ന് സെക്കൻഡുകളാണ് ഒരു മനുഷ്യന്റെ ജീവിതം. യൗവനം എനിക്കുണ്ടല്ലോ, ഇനി മധ്യവയസ്കനാകാനിരിക്കുന്നല്ലോ, അതിനുശേഷം വാർദ്ധക്യത്തിന്റെ ഘട്ടമുണ്ടല്ലോ, ഇങ്ങനെ ഒരു വിചാരം ഒരു മനുഷ്യനും വേണ്ട. റസൂലുള്ളാഹി പറഞ്ഞത് ആസന്നമായ സമയത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂചിപ്പിച്ചു, ഒരു മനുഷ്യന്റെ ജീവിതം 3 ലഹളാത്ത്, 3 സെക്കൻഡുകളാണ്. ഒന്ന് ലഹളത്തുൻ ഖലത്ത്, കഴിഞ്ഞു പോയ സെക്കൻഡാണ്. ആ സെക്കൻഡ് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന സഹോദര. ഇന്ന് 2009 ഏപ്രിൽ മാസം 3-ാം തീയതിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. ഇനി 2009 ഏപ്രിൽ 3 വെള്ളിയാഴ്ച എന്ന തീയതി ഒരിക്കലും ആവർത്തിച്ചു വരാറില്ല. ഇനി നമ്മുടെ ജീവിതത്തിൽ അതില്ലേ ഇല്ലെന്റെ സഹോദര. ഇശാഇന്റെ ബാങ്കാണ് നമ്മൾ കേട്ടത്. ഇനി ഇങ്ങനെ ഒരു 2009 ഏപ്രിൽ 3 ഒരു വെള്ളിയാഴ്ചയുടെ ഇശാഇന്റെ ബാങ്ക് ഇനി ജീവിതത്തിൽ ലോകത്തൊരാളും കേൾക്കുകയില്ല. ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ ആ സെക്കൻഡ് കഴിഞ്ഞു, തിരിച്ചു പിടിക്കാൻ കഴിയില്ലെന്റെ സഹോദര. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, വലഹലത്തുൻ നാസിയ, മറ്റൊന്ന് കടന്നു വരാനുള്ള സെക്കൻഡാണ്. ആ സെക്കൻഡിൽ ഒരാൾ ഉണ്ടാകുമോ എന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഞാൻ അടുത്ത സെക്കൻഡിൽ ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. പിന്നെ 3-ാമത്തെ സെക്കൻഡ് വലഹലത്തുൻ അൻത ഫീഹാ, നീ ഇപ്പോ ഉള്ള സെക്കൻഡാണ്. ദാറ്റ് ഈസ് പ്രസന്റ്. അതാണ് പ്രസന്റ് എന്ന് പറയുന്നത്. വൺ ഈസ് പാസ്റ്റ്, പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞത് കഴിഞ്ഞു പോയി. ഫ്യൂച്ചർ, മറ്റൊന്ന് ഫ്യൂച്ചറാണ്. അത് വരുമോ എന്നറിയില്ല, അതെപ്പോഴും ഫ്യൂച്ചറായി നിലനിൽക്കുകയാണ്. മറ്റൊന്ന് 3-ാമത്തതൊന്ന് പ്രസന്റാണ്. പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സന്നിഹിതമായ സെക്കൻഡാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സെക്കൻഡാണ്. ആ സെക്കൻഡാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾക്ക് അമൽ ചെയ്യാനുള്ള പ്രധാനമായ സമയമെന്ന ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ നാളെ ചെയ്യാം, ഞാൻ നാളെ മുതൽ നമസ്കാരക്കാരനാകാം, ഞാൻ അടുത്ത വർഷം മുതൽ നോമ്പുകാരനാകാം, അടുത്ത വർഷം മുതൽ ഞാൻ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാം, വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ നന്നാകാം. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരവസരം ഒരു മനുഷ്യരില്ലെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനേറെ എന്റെ പ്രിയമുള്ള സഹോദര, എന്തിനേറെ മഹാനായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ശിശുവായിരിക്കുന്നവൻ ഒരിക്കലും യൗവനത്തെ പ്രതീക്ഷിക്കണ്ട. യൗവനത്തിലിരിക്കുന്ന യുവാവൊരിക്കലും വാർദ്ധക്യമെന്ന വിചാരം അവന് വേണ്ട. ഓരോരുത്തരും തങ്ങൾക്ക് ലഭ്യമായ സമയത്തിനുള്ളിൽ രാജാതിരാജനായ റബ്ബിന് ചെയ്തു തീർക്കാനുള്ള കടമകൾ ചെയ്തു തീർക്കുക. ഇതാണ് മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. എന്റെ പ്രിയ